ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ 40 സെൻറ്റൻസുകൾ നമ്മൾ ഡെയിലി പഠിക്കും. ഓക്കെ, ഈ 40 സെൻറ്റൻസുകളിൽ വരുന്ന ഗ്രാമർ ഞാൻ പറഞ്ഞുതരും. സെൻറ്റൻസുകൾ മാത്രം പഠിച്ചു പോകേണ്ടവർ സെൻറ്റൻസുകൾ മാത്രം പഠിച്ചു പോവുക. ഗ്രാമർ അറിയണം എന്നുള്ളവർ അതിനുള്ളിൽ ഗ്രാമർ ഞാൻ പറഞ്ഞുതരും, എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞുതരും. ഒരു മെയിൽ പറയുമ്പോൾ എങ്ങനെ പറയണം, ഫീമെയിൽ പറയുമ്പോൾ എങ്ങനെ പറയണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. 40 സെൻറ്റൻസ് ആണെങ്കിലും ഏകദേശം പറഞ്ഞു വരുമ്പോൾ ഒരു 10-60 സെൻറ്റൻസുകളിൽ എത്തും. അതുകൊണ്ടാണ് മിനിമം 40 വെച്ചത്. ഓക്കെ, അപ്പോൾ തെറ്റാതെ നമുക്ക് ഹിന്ദി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, നോക്കാം നമുക്ക്. കമൻറ്റ് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇസ്ക ക്യാ മത്ലബ് ഹൈ, ഇസ്ക ക്യാ മത്ലബ് ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇസ്ക ക്യാ മത്ലബ് ഹൈ, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നാണ് അർത്ഥം. ഇസ്ക ക്യാ മത്ലബ് ഹൈ, ഈ മത്ലബ് എന്നെല്ലാം പറഞ്ഞ ഒരു പുല്ലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് ഇസ്ക ക്യാ മത്ലബ് ഹൈ എന്ന് പറയുന്നത്, ഇസ്ക എന്ന് വരുന്നത്. ഓക്കെ, ഇസ്കി എന്ന് വരില്ല. അപ്പോൾ ഇസ്ക ക്യാ മത്ലബ് ഹൈ, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഉസ്ക ക്യാ മത്ലബ് ഹൈ, എന്താണ് അതിൻ്റെ അർത്ഥം? ഇസ്ക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ, ഉസ്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ. അപ്പോൾ ഉസ്ക ക്യാ മത്ലബ് ഹൈ, എന്താണ് അതിൻ്റെ അർത്ഥം? ഉസ്ക ക്യാ മത്ലബ് ഹൈ. നമുക്ക് നോക്കാം അടുത്തത്. ഇസ്കി ക്യാ സറൂരത്ത് ഹൈ, ഇസ്കി ക്യാ സറൂരത്ത് ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഇതിൻ്റെ ആവശ്യം? ഇസ്കി ക്യാ സറൂരത്ത് ഹൈ ഭായി, ഇസ്കി ക്യാ സറൂരത്ത് ഹൈ, എന്താണ് ഇതിൻ്റെ ആവശ്യം? സറൂരത്ത്, ആവശ്യം. ഓക്കെ, അപ്പോൾ ഇസ്കി ക്യാ സറൂരത്ത് ഹൈ, എന്താണ് ഇതിൻ്റെ ആവശ്യം എന്നാണ് അർത്ഥം വരുന്നത്. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തുകൊണ്ട് ഇസ്കി വന്നു? സറൂരത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് ഇസ്കി ക്യാ സറൂരത്ത് ഹൈ എന്ന് വന്നത്. ക്ലിയർ? നമുക്ക് നോക്കാം അടുത്തത്. ഇസ്കെ അലാവ ആപ്പോ ക്യാ ചാഹിയേ, ഇത് കൂടാതെ താങ്കൾക്ക് എന്താണ് വേണ്ടത്? ഇസ്കെ അലാവ ആപ്പോ ക്യാ ചാഹിയേ, ഇത് കൂടാതെ താങ്കൾക്ക് എന്താണ് വേണ്ടത്? ഇസ്കെ അലാവ, ഇത് കൂടാതെ. ഉസ്കെ അലാവ, അത് കൂടാതെ. അപ്പോൾ ഇസ്കെ അലാവ ആപ്പോ ക്യാ ചാഹിയേ, ഇത് കൂടാതെ താങ്കൾക്ക് എന്താണ് വേണ്ടത് എന്നായി. അപ്പം നിനക്കെന്താണ് വേണ്ടത് നമുക്ക് ചോദിക്കണം. ഇതിപ്പോൾ താങ്കളല്ലേ, താങ്കൾ എന്ന് പറഞ്ഞാൽ ഏജുള്ള കൂടുതലുള്ള ആൾക്കാരോട് നമ്മൾ ആപ്പോ ക്യാ ചാഹിയേ എന്ന് ചോദിക്കും. ഇസ്കെ അലാവ ആപ്പോ ക്യാ ചാഹിയേ. ഷോപ്പിലൊക്കെ പോയാൽ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇസ്കെ അലാവ ആപ്പോ ക്യാ ചാഹിയേ. ക്ലിയർ? ഇസ്കെ അലാവ ആപ്പോ ക്യാ ചാഹിയേ എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ താങ്കൾക്ക് എന്താണ് വേണ്ടത് എന്നാണ്. ക്ലിയർ? താങ്കളാണല്ലോ, അത് തൂ ആണെങ്കിലോ തുജെ ആണെങ്കിലോ. ഇസ്കെ അലാവ, ഇത് കൂടാതെ തുജെ ക്യാ ചാഹിയേ, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പം നിനക്ക്, ഇസ്കെ അലാവ തുജെ ക്യാ ചാഹിയേ, ഇത് കൂടാതെ നിനക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ പറയും? ഇസ്കെ അലാവ തുമേ ക്യാ ചാഹിയേ. ठीक है, इसके अलावा तुम्हें और क्या चाहिए എന്ന് നമുക്ക് ചോദിക്കാം. इसके अलावा तुम्हें और क्या चाहिए, ഇത് കൂടാതെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? इसके अलावा तुम्हें और क्या चाहिए, ഇത് കൂടാതെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? तुझे और क्या चाहिए, നിനക്ക് എന്താണ് വേണ്ടത്? आपको और क्या चाहिए, താങ്കൾക്ക് എന്താണ് വേണ്ടത്? ഇത് കൂടാതെ इसके अलावा, उसके अलावा, അത് കൂടാതെ. ഓക്കെ, ഇതുവരെ വ്യക്തം? അപ്പോൾ ഒരു 15 സെക്കൻഡ്, അതായത് നമ്മുടെ ഈ സ്പോക്കൺ ഹിന്ദിയുടെ ക്ലാസ് ഉണ്ട് ഇപ്പോൾ ഓൺലൈൻ വെബ്സൈറ്റിൽ. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ, ഓക്കെ, പാവപ്പെട്ടവർക്കുള്ള സ്പോക്കൺ ഹിന്ദിയാണ്, അതായത് 999 ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് VK ഹിന്ദി ലേണിംഗ് ഹബ്ബ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ കാണുക. ഒരു ഡെമോ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പോസ് ചെയ്ത് കാണുക. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, സൈനപ്പ് ചെയ്യുക, ലോഗിൻ ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 60 ക്ലാസ്സുകൾ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് കാണാം. വേറെ ആരും ഡിസ്റ്റർബൻസ് ഇല്ല. നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് 60 ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അതിൽ 40 ക്ലാസ്സുകൾ ഗ്രാമർ ക്ലാസ്സാണ്, ബേസിക് ടു അഡ്വാൻസ് ആണ്. ബേസിക് വേണ്ടവർക്ക് ബേസിക്കായിട്ട്, പിന്നെ അത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. +20 ഹിന്ദി സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ട്, +2000 ഡെയിലി വേർഡ്സിൻ്റെ ഒരു 90 പേജസിൻ്റെ ഒരു PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. വെറും 999 രൂപ. അതിന് നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ട് പേയ്മെൻറ്റും ഫീസൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയാണെന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇൻഫർമേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകും. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കണ്ട് താല്പര്യമുള്ള ആൾക്കാർ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഓൺലൈനായിട്ട് കാണാം. വെറും 999. ഓക്കെ, 10,000, 5,000, 6,000, 2,000, 4,000 ഒന്നും കൊടുക്കണ്ട. വെറും 1000-ൽ താഴെയുള്ളൊരു കോഴ്സാണ്. നിങ്ങൾ താല്പര്യമുള്ളവർ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് കടക്കാം. മുझे और कुछ नहीं चाहिए, मुझे और कुछ नहीं चाहिए എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് വേറൊന്നും വേണ്ട. मुझे और कुछ नहीं चाहिए എന്നാണ്.
മുझे ഏക് ബാത് ബതാओ, മുझे ഏക് ബാത് ബതാओ എന്ന് പറഞ്ഞാൽ നീ എന്നോടൊരു കാര്യം പറ, എന്നോടൊരു കാര്യം പറ. അങ്ങനെ പറയും മുझे ഏക് ബാത്ത് ബതാओ, മുझे ഏക് ബാത്ത് ബതാവോ. ഓക്കെ, നെക്സ്റ്റ് ഇസ്കെ ബാരെ മേ ആപ്കി ക്യാ റായ് ഹെ. എന്തുകൊണ്ട് ആപ്കി വന്നു? അതിപ്പോൾ മെയിലോട് ചോദിച്ചോട്ടെ ഫീമെയിലോട് ചോദിച്ചോട്ടെ, നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇസ്കെ ബാരെ മേ ആപ്കി ക്യാ റായ് ഹെ എന്നാണ് ചോദിക്കുക. ഓക്കെ, എന്താണ് അതിൻ്റെ അർത്ഥം? ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇസ്കെ ബാരെ മേ ആപ്കി ക്യാ റായ് ഹെ, ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ എന്നെക്കാട്ടി ഏജ് കുറഞ്ഞ ഒരാളോട് ഞാനിങ്ങനെ ചോദിക്കും, യാർ ഇസ്കെ ബാരെ മേ തേരി ക്യാ റായ് ഹെ, നിൻ്റെ എന്താണ് അഭിപ്രായം? തേരി ക്യാ റായ് ഹെ, തുമാരി ക്യാ റായ് ഹെ, നിങ്ങളുടെ എന്താണ് അഭിപ്രായം? ഉസ്കി ക്യാ റായ് ഹെ. ഓക്കെ, സെൻറ്റൻസ് പഠിക്കുന്നവർ ഇങ്ങനെ സെൻറ്റൻസ് പഠിച്ച് പോവുക. ഗ്രാമർ അറിയണം എന്നുള്ളവർ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇസ്കെ ബാരെ മേ ആപ്കി ക്യാ റായ് ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെക്കുറിച്ച് താങ്കളുടെ എന്താണ് അഭിപ്രായം? ഇസ്കെ ബാരെ മേ ആപ്കി ക്യാ റായ് ഹെ, എന്താണ് ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ഓക്കെ, അപ്പോൾ റായ് എന്ന് പറഞ്ഞൊരു സ്ത്രീലിംഗ ശബ്ദമാണ്. ആപ്കി, തേരി, തുമാരി, ഉസ്കി എന്നൊക്കെ അവിടെ വരാൻ പാടുള്ളൂ. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരോട് ചോദിച്ചോട്ടെ. ഓക്കെ, ആപ്കി ക്യാ റായ് ഹെ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇസ്മേ ക്യാ ബറാ ഹെ, ഇതിലെന്താണ് നിറച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിലെന്താണ് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് ചോദിക്കാം. ഇസ്മേ ക്യാ ബറാ ഹെ, മുझे नहीं मालूम इसमें क्या बरा है, എനിക്കറിയത്തില്ല ഇതിലെന്താണ് ഉള്ളതെന്ന് അല്ലെങ്കിൽ എന്താണ് നിറച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, മുझे नहीं मालूम, എനിക്കറിയത്തില്ല. മുझे नहीं मालूम, मुझे नहीं पता എന്ന് പറയാം, അല്ലെങ്കിൽ മുझे नहीं मालूम इसमें क्या बरा है. നമുക്ക് इसके बारे में मुझे नहीं मालूम, इसके बारे में मुझे नहीं मालूम എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഓക്കെ, അടുത്ത നോക്കാം. തുമേ മാലൂമേ ക്യാ, തുമേ മാലൂമേ ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയുമോ? തുമേ മാലൂമേ ക്യാ, നിങ്ങൾക്കറിയുമോ? തുമേ മാലൂമേ ക്യാ, ക്യാ തും ജാൻതേ ഹെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, നോക്കാം. അടുത്തെന്താണ്? ഇസ്മേ ക്യാ ഹെ, ഇതിലെന്താണ്? ഇസ്മേ ക്യാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലെന്താണ്? ഇസ്മേ ക്യാ ഹെ, ഇതിൽ എന്താണ്. അപ്പോൾ ഉസ്മേ ക്യാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെന്താണ് എന്നാണ്. ഓക്കെ, ഇസ്മേ ക്യാ ഹെ, ഇതിലെന്താണ്. ഉസ്മേ ക്യാ ഹെ, അതിൽ എന്താണ്. इसमें कुछ नहीं है, इसमें कुछ नहीं है, ഇതിലൊന്നുമില്ല. इसमें कुछ नहीं है, ഇതിൽ ഒന്നുമില്ല. उसमें कुछ नहीं है, അതിൽ ഒന്നുമില്ല. इसमें എന്ന് പറഞ്ഞാൽ ഇതിൽ, उसमें എന്ന് പറഞ്ഞാൽ അതിൽ. ടീക്കെ, വേർബ് പ്ലസ് മേ ആണ് ഇതിൽ നിന്നൊക്കെ വരുന്നത്. വേർബ് പ്ലസ് മേ ആണ് അതിൽ നിന്ന് വരുന്നത്. എ പ്ലസ് മേ ആണ് ഇതിലൊക്കെ വരുന്നത്. ഓക്കെ, അതറിഞ്ഞില്ലേ കുഴപ്പമില്ല. ഇസ്മേ എന്ന് പറഞ്ഞാൽ ഇതിൽ എന്നാണ്, ഉസ്മേ എന്ന് പറഞ്ഞാൽ അതിൽ എന്നാണ് അറിഞ്ഞിരിക്കണം. ഉസ്മേ ക്യാ ഹെ, ഞാൻ പറഞ്ഞു അതിൽ എന്താണ്. ക്ലിയർ? മേ കുച്ച് നെഹി ജാൻത, മേ കുച്ച് നെഹി ജാൻത, എനിക്കൊന്നും അറിയില്ല. മേ കുച്ച് നെഹി ജാൻത എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല. ടീക്കെ, മേ കുച്ച് നെഹി ജാൻതി, ഒരു ലേഡി പറയുമ്പോൾ, ഒരു ഫീമെയിൽ പറയുമ്പോൾ മേ കുച്ച് നെഹി ജാൻതി എന്ന് പറയണം. ടീക്കെ, മുझे ജാനാ ഹെ, മുझे ജാനാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് പോകണം. മുझे ജാനാ ഹെ, എനിക്ക് പോകണം എന്നാണ് അർത്ഥം. മുझे ഘർ ജാനാ ഹെ, എനിക്ക് വീട്ടിൽ പോകണം. മുझे घर जाना है, എനിക്ക് വീട്ടിൽ പോകണം. മുझे ഓഫീസ് ജാനാ ഹെ, എനിക്ക് ഓഫീസിൽ പോകണം. മുझे ഓഫീസ് ജാനാ ഹെ, മുझे ദഫ്തർ ജാനാ ഹെ, എനിക്ക് ദഫ്തറിൽ പോകണം. ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസാണ്. മുझे മാർക്കറ്റ് ജാനാ ഹെ, മുझे ബാസാർ ജാനാ ഹെ, എനിക്ക് മാർക്കറ്റിൽ പോകണം, എനിക്ക് ബാസാറിൽ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവല്ല സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ പറ്റും. മുझे ജാനാ ഹെ എന്നങ്ങ് പഠിച്ചാൽ. ക്ലിയർ? അടുത്തത് മേ ജാനാ ചാത്താ ഹൂ, മേ ജാനാ ചാത്താ ഹൂ. ഇതൊരു മെയിൽ പറയുമ്പോൾ പറയാം മേ ജാനാ ചാത്താ ഹൂ. മേ വന്നല്ലോ, അപ്പോൾ മേ ജാനാ ചാത്താ ഹൂ, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. മേ ജാനാ ചാത്തി ഹൂം, മേ ജാനാ ചാത്തി ഹൂം എന്ന് പറയുന്നത് ഒരു സ്ത്രീ പറയുമ്പോൾ മേ ജാനാ ചാത്തി ഹൂം, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ക്ലിയർ? അടുത്ത സെൻറ്റൻസ് നോക്കാം. മുझे ജാനാ പടേഗ, മുझे ജാനാ പടേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് പോകേണ്ടി വരും. മുझे ജാനാ പടേഗ, എനിക്ക് പോകേണ്ടി വരും. മുझे ജാനാ ഹോഗ, എനിക്ക് പോകണം. മേ ജാനാ ചാത്താ ഹൂം, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ക്ലിയർ? മുझे ജാനാ പടേഗ എന്താണ് അർത്ഥം? എനിക്ക് പോകേണ്ടി വരും. അടുത്ത സെൻറ്റൻസ് മുझे ये करना होगा, എനിക്കിത് ചെയ്യണം. ഓക്കെ, മുझे ये करना होगा, എനിക്കിത് ചെയ്യണം. മുझे ये करना पड़ेगा, എനിക്കിത് ചെയ്യേണ്ടി വരും. മുझे ये करना पड़ेगा, എനിക്കിത് ചെയ്യേണ്ടി വരും. ക്ലിയർ? മുझे ये करने की ज़रूरत है, എന്തുകൊണ്ട് करने की എന്ന് വന്നു? करने की വരാൻ കാരണം സറൂറത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് മുझे ये करने की ज़रूरत है എന്ന് വന്നത്. ക്ലിയർ? എനിക്കിത് ചെയ്യേണ്ടതായി വരും എന്നാണ്
അർത്ഥം. ഓക്കെ, നോക്കാം നമുക്ക് അടുത്ത സെൻറ്റൻസ്. യേ മേ നഹീ കർ സക്ത, ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ല, ഇതെനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് എങ്ങനെ പറയും? മേ യേ നഹീ കർ സക്ത, മേ യേ നഹീ കർ സക്ത. ടീക്ക് ഹെ, യേ മേ നഹീ കർ സക്തി ഒരു ലേഡി പറയുമ്പോൾ എങ്ങനെ പറയും? മേ യേ നഹീ കർ സക്തി. മെയിൽ പറയുമ്പോൾ, ഫീമെയിൽ പറയുമ്പോൾ മെയിൽ പറയുമ്പോൾ മേ യേ നഹീ കർ സക്ത എന്ന് പറയും. സ്ത്രീ പറയുമ്പോൾ മേ യേ നഹീ കർ സക്തി എന്ന് പറയും. ക്ലിയർ? അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ക്യോ നഹീ കർ സക്ത, ഇത് ഞാനൊരു മെയിലോട് ചോദിക്കുവാണേ, ഒരു മെയിലോടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ മാനേജറാണ്, ഞാൻ പറയാ ക്യോ നഹീ കർ സക്ത, മെയിലോടാണ് ചോദിക്കുന്നത്. ഒരു ഫീമെയിലോട് എങ്ങനെ ചോദിക്കും? ക്യോ നഹീ കർ സക്തി. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്യോ നഹീ കർ സക്ത എന്ന് മെയിലോടും ഫീമെയിലോടും രണ്ടാളോടും ചോദിക്കാൻ പറ്റില്ല. മെയിലോട് ചോദിക്കുമ്പോൾ ക്യോ നഹീ കർ സക്ത എന്ന് ചോദിക്കാം. സ്ത്രീയോടാണെങ്കിൽ ക്യോ നഹീ കർ സക്തി. നമ്മൾ ആരോടാണ് ചോദിക്കുന്നത്? സ്ത്രീയോടാണ് ചോദിക്കുന്നത്. തു ക്യോ നഹീ കർ സക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, തൂ അവിടെ വന്നിട്ടുണ്ട്. ആ തൂ നീയാണ്. ആ നീ ആരാണ്? ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ച് നോക്ക്. ഓപ്പോസിറ്റ് തു ക്യോ നഹീ കർ സക്തി, ആ തൂ ഒരു പുരുഷനാണ്. ഓക്കെ, അതൊരു മെയിലാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കും? തു ക്യോ നഹീ കർ സക്ത. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇങ്ങനെ നോക്കിയാൽ സിമ്പിളായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ആണോട് ക്യോ നഹീ കർ സക്തി എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ക്യോ നഹീ കർ സക്ത. പെണ്ണോടാണെങ്കിൽ നമുക്ക് ക്യോ നഹീ കർ സക്തി എന്ന് തന്നെ ചോദിക്കണം. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ ക്യോ നഹീ കർ സക്ത എന്ന് പറഞ്ഞാൽ അതൊരു മെയിലോടാണ് ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? കറക്റ്റ് വരുന്നത് എന്താണ്? തു ക്യോ നഹീ കർ സക്ത, നിനക്കെന്തുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ടീക്കെ? അപ്പോൾ ലേഡിയോടാണ് നമ്മളിങ്ങനെ ചോദിക്കും, തു ക്യോ നഹീ കർ സക്തി, ക്യോ നഹീ കർ സക്തി, തു ക്യോ നഹീ കർ സക്തി, നിനക്കെന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അർത്ഥം വരുന്നത്. ടീക്കെ? വോ ക്യോ നഹീ കർ സക്ത, ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. വോ ക്യോ നഹീ കർ സക്ത, അവൻ എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാരാണ്? ക്യോ നഹീ കർ സക്ത എന്ന് ചോദിച്ചു, അവൻ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അവൻ അവിടെ വന്നു. അപ്പോൾ അവൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളങ്ങനെ ചോദിക്കും, വോ ക്യോ നഹീ കർ സക്തി, വോ ക്യോ നഹീ കർ സക്തി, അവൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. വളരെ വ്യക്തം, ഇതുവരെ വ്യക്തം. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് പറയുമ്പോൾ തന്നെ 4 സെൻറ്റൻസ് വേറെയും പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് 40 സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ, 40 കൂടുതൽ സെൻറ്റൻസുകൾ പോകും. മേ നഹീ ബതാ സക്ത, മേ നഹീ ബതാ സക്ത ഭായി, അതൊരു മെയിൽ പറയുമ്പോൾ മേ നഹീ ബതാ സക്ത, എനിക്ക് പറയാൻ പറ്റത്തില്ല, എനിക്ക് പറയാനാവില്ല. ഓക്കെ, മേ നഹീ ബതാ സക്ത, എനിക്ക് പറയാൻ ആവില്ല. മേ നഹീ ബതാ സക്തി, എനിക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു ഫീമെയിൽ പറയുമ്പോൾ മേ നഹീ ബതാ സക്തി. ഓക്കെ, ഒരു മെയിൽ പറയുമ്പോൾ മേ നഹീ ബതാ സക്ത. ക്ലിയർ? മേ നഹീ ബതാ സക്ത ഒരു മെയിൽ പറയുമ്പോൾ, മേ നഹീ ബതാ സക്തി ഒരു ഫീമെയിൽ പറയുമ്പോൾ. ഓക്കെ, ഇതുവരെ ക്ലിയർ? അടുത്ത സെൻറ്റൻസ് നോക്കാം. ऐसे मत बोलो यार, ऐसे मत बोलो, അങ്ങനെ പറയരുത്. ऐसे मत बोलो, അങ്ങനെ പറയരുത്. ऐसे मत बोलो, सही जवाब दो. ठीक है, तो सही जवाब दो यार, ऐसे मत बोलो. നീ അങ്ങനെ പറയല്ല. സഹി ജവാബ് ദോ, സത്യമായിട്ട് പറ, കറക്റ്റ് പറ, ശരിയായ ഉത്തരം പറ, ശരിയായ ഉത്തരം താ. സഹി ജവാബ് ദോ. ठीक है, അല്ലെങ്കിൽ സഹി ഉത്തർ ദോ, ഉത്തർ ദോ എന്ന് പറയാം. ഉത്തർ എന്ന് പറഞ്ഞാൽ ഉത്തരം തന്നെയാണ്, ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം തന്നെയാണ്. ठीक है, സഹി ജവാബ് ദോ, ശരിയായ ഉത്തരം താ. സഹി ഉത്തർ ദോ, ശരിയായ ഉത്തരം താ. ക്ലിയർ? അടുത്തത് ये सब बकवास है. ये सब बकवास എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം അസംബന്ധമാണ്, അല്ലെങ്കിൽ ഇതെല്ലാം വിഡ്ഢിത്തമാണ് എന്നാണ്. അസംബന്ധം, വിഡ്ഢിത്തം, ഇതൊക്കെയാണ് ബക്വാസിൻ്റെ അർത്ഥം. ये सब बकवास है, ये सब बकवास है, ഇതെല്ലാം അസംബന്ധമാണ്. ये सब बेकार है എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം ഉപയോഗശൂന്യമാണ്, ഇതെല്ലാം ബെക്കാർ, യൂസ്ലെസ് എന്ന് പറയാം. ഓക്കെ, യൂസ്ലെസ് എന്ന് പറയുന്നത് നമ്മൾ ബെക്കാർ ഹെ എന്ന് പറയും. ബക്വാസ് എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തം, അസംബന്ധം. ये तेरी गलती है, ये तेरी गलती है भाई എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നിന്റെ തെറ്റാണ്. തേരി ഗൽത്തി ഹേ, നിന്റെ തെറ്റാണ്. തേരി ഗൽത്തി ഹേ എന്ന് പറഞ്ഞു. ഗൽത്തി എന്ന് പറയുന്നൊരു സ്ത്രീലിംഗ ശുദ്ധമാണ്. ഓക്കെ, ഈ സെൻറ്റൻസ് പറയുമ്പോൾ പറഞ്ഞു, വേർഡ് മാത്രം സെൻറ്റൻസ് മാത്രം പഠിച്ചു പോകുന്നവരെ പഠിച്ചു പോയിക്കോ. ഗ്രാമർ അറിയണമെന്നില്ലവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ തേരി ഗൽത്തി ഹേ എന്ന് വരാൻ കാരണം, ഈ തേരാ ഗൽത്തി ഹേ എന്ന് പറയരുത്, ഈ തേരി ഗൽത്തി ഹേ എന്ന് തന്നെയാണ് പറയുക. അത് ആണോടായിക്കോട്ടെ പെണ്ണോടായിക്കോട്ടെ. ഓക്കെ, 2 പേരോടായാലും നമ്മളെങ്ങനെ പറയും? ഈ തേരി ഗൽത്തി ഹേ എന്ന് തന്നെ പറയും. കാരണം ഗൽത്തി എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് ഈ തേരി ഗൽത്തി ഹേ എന്ന് വന്നത്. ക്ലിയർ? അത് ആണ് പറഞ്ഞോട്ടെ പെണ്ണ് പറഞ്ഞോട്ടെ, ആണോടായിക്കോട്ടെ പെണ്ണോടായിക്കോട്ടെ, ഈ തേരി ഗൽത്തി ഹേ, ഇത് നിന്റെ തെറ്റാണ്, നിങ്ങളുടെ തെറ്റാണെന്ന് എങ്ങനെ പറയും? ഈ തുമാരി ഗൽത്തി ഹേ, ആണോടായിക്കോട്ടെ പെണ്ണോടായിക്കോട്ടെ. ശ്രദ്ധിക്കണം. ठीक है, പെണ്ണോടായിക്കോട്ടെ ആണോടായിക്കോട്ടെ, ഗൽത്തി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഈ തുമാരി ഗൽത്തി ഹേ. ക്ലിയർ? ഞാൻ ആണായിക്കോട്ടെ
ഇവിടെ ഇരിക്കുന്നത് പെണ്ണായിക്കോട്ടെ, ഒരാണോട് പറഞ്ഞോട്ടെ പെണ്ണോട് പറഞ്ഞോട്ടെ, തുമാരി ഗൽത്തി ഹെ, ഇത് നിങ്ങളുടെ തെറ്റാണ്. ആപ്കി ഗൽത്തി ഹെ, ഇത് താങ്കളുടെ തെറ്റാണ്. ठीक है, ये आपकी गलती है. आपकी ആപ്പ് താങ്കൾ, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആപ്കി ഗൽത്തി ഹെ എന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾ പഠിക്കണം. അത് വിചാരിക്കരുത് ആപ്കാന്ന് വരുമോന്ന് ആണായതുകൊണ്ട്, അങ്ങനെയൊന്നുമില്ല. ഗലത്തി സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് ആപ്ക ആപ്കി ആപ്കി എങ്ങനെ വരും ഈ വേർഡ് നോക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അറിയാത്തവരെ അത് കണ്ടിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ മേ ജാൻതാ ഹും എനിക്കറിയാം. കീ ഇവിടെ കീ വന്നിരിക്കുന്നത് ആ കീ അല്ല. ടീക്കേ, റൈറ്റ് സൈഡിൽ നമ്മൾ മാത്രമൊന്നുമല്ല, ഈ കീ വന്നിരിക്കുന്നത് ദാറ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, മേ ജാൻതാ ഹും കീ, എനിക്കറിയാം എന്ത്, അങ്ങനെ പറയുന്ന രീതിയിലാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത്. മേ ജാൻതാ ഹും കീ, എനിക്കറിയാം എന്തറിയാം. കീ യേ മേരി ഗൽത്തി ഹെ, എനിക്കറിയാം ഇതെൻ്റെ തെറ്റാണെന്ന്. ഓക്കെ, മേ ജാൻതാ ഹും കീ യേ മേരി ഗൽത്തി ഹെ, എനിക്കറിയാം ഇതെൻ്റെ തെറ്റാണെന്ന്. ठीक है, मैं जानता हूँ, എനിക്കറിയാം. കീ യേ മേരി ഗൽത്തി ഹെ. ഓക്കെ, അപ്പോൾ ആ കീ എന്ന് പറഞ്ഞാൽ ദാറ്റ് എന്നാണ് ഇവിടെ അർത്ഥം വന്നിരിക്കുന്നത്. അപ്പോൾ മേ ജാൻതാ ഹൂ കീ യേ മേരി ഗൽത്തി ഹെ, ഇത് മെയിൽ പറയുവാണേ. ഫീമെയിൽ പറയുമ്പോൾ എങ്ങനെ പറയും? മേ ജാൻതി ഹൂ കീ, അവിടെ മാത്രമേ മാറ്റം വരുള്ളൂ. ആ മേരി മാറില്ല. ആ മേരി മേര എന്നൊന്നും വരില്ല. അല്ലെങ്കിൽ മേര എന്നുള്ളത് മേരി എന്നുള്ളത് മേര എന്നും വരില്ല. ആണായോണോ പെണ്ണായോണോ അത് മാറത്തില്ല. ആ മേരി കാരണം മാറാത്തതിന് കാരണം ഗലത്തി ഒരു സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് മേരി ഗൽത്തി ഹെ എന്ന് വന്നത്. നമ്മൾ തേരി ഗൽത്തി പഠിച്ചില്ലേ, അതുപോലെ തന്നെയാണ് ഈ മേരി ഗൽത്തി വന്നത്. മേരാ ഗൽത്തി മെയിലായതുകൊണ്ട് മേരാ ഗൽത്തി എന്ന് പറയരുത്, മേരി ഗൽത്തി. ബട്ട് അവിടെ മാറും. ഫസ്റ്റ് വേർഡിൽ മാറും, ഫസ്റ്റ് സെൻറ്റൻസിൽ മാറും. മേ ജാൻതാ ഹും അത് മെയിൽ പറയുമ്പോൾ, ഫീമെയിൽ പറയുമ്പോൾ മേ ജാൻതി ഹും കീ യേ മേരി ഗൽത്തി ഹെ, അത് ഫീമെയിൽ പറഞ്ഞാൽ യേ മേരി ഗൽത്തി ഹെ എന്ന് പറയും. മെയിൽ പറയുമ്പോൾ യേ മേരി ഗൽത്തി ഹെ എന്ന് പറയും. ക്ലിയർ? അധികം ഡിസ്കസ് ചെയ്യുന്നില്ല, പിന്നെ പറയും കമൻറ്റിൽ വരും നല്ലോണം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മുജെ സച്ച് ബത്താവോ, എന്നോട് സത്യം പറ. മുജെ സച്ച് ബത്താവോ, എന്നോട് സത്യം പറ, എന്നോട് സത്യം പറയൂ. മുജെ സച്ച് ബത്താവോ. മാ കസം എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ സത്യം. മാ കസം എന്ന് പറഞ്ഞാൽ അമ്മ കസം. ഓക്കെ, നമ്മൾ പറയല്ലേ യാർ മാ കസം ഖാരാവും. കസം ഖാരാവ് എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ്. കസം ഖാരാവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കസം കഴിക്കുന്നു എന്നല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? കസം ഖാരഹാഹും എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മാ കസം ഖാരഹാഹും, ഞാൻ അമ്മയെ തൊട്ട് സത്യം ചെയ്യുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ടീക്കെ, സ്ത്രീ പറയുമ്പോൾ മേ മാ കസം ഖാരയും എന്ന് പറയും. ഓക്കെ, അതൊരു സംഭവമാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അമ്മ സത്യം. തെരി കസം എന്ന് പറഞ്ഞാൽ എന്താണ്? തേരി കസം നിന്നെ തൊട്ട് സത്യം ചെയ്യുകയാണ്. ആ രീതിയിൽ നിന്നെയാണ് സത്യം. തേരി കസം. ഓക്കെ, മേരി കസം ഞാൻ സത്യം, എൻ്റെ സത്യം. ടീക്കെ, തുമാരി കസം നിങ്ങളെ സത്യം ചെയ്യുന്നു, അങ്ങനെയാണ് അത് പറയൽ. ഓക്കെ, മേ അഖേല ആയാഹും എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒറ്റക്കാണ് വന്നത്. മേ അഖേല ആയാഹും, ഞാൻ ഒറ്റക്കാണ് വന്നത്. ടീക്കെ, മേ അഖേല ആയാഹും, ഞാൻ ഒറ്റക്കാണ് വന്നത്. തോക്യാവുക എന്തായാലും അതുകൊണ്ടെന്താണ്? തോക്യാവുക എന്ന് നമുക്ക് പറയാം. എന്നും ഒരു കാര്യം പറഞ്ഞിട്ട് തോക്യാവുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് പ്രശംസിച്ച് പറയുകയാണ് സ്വന്തമായിട്ട്. അപ്പം നമുക്ക് പറയാം തോക്യാവുക, അത് സ്വാഭാവികമല്ലേ എന്ന് പറയാൻ വേണ്ടി നമുക്ക് തോക്യാവുക എന്ന് നമുക്ക് ഉപയോഗിക്കാം. ठीक है, मैं अकेला काम कर रहा हूँ. ഞാൻ ഒറ്റക്കാണ് ജോലി ചെയ്യുന്നത്. അതൊരു മെയിൽ പറയുമ്പോൾ मैं अकेला काम कर रहा हूँ. ഒരു സ്ത്രീ പറയുമ്പോൾ मैं अकेला काम कर रही हूँ എന്ന് പറയാം. ഓക്കെ, നോക്കാം നമുക്ക് അടുത്തത്. അഖേല കാം മത് കറോ. അഖേല കാം മത് കറോ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യരുത്. അഖേല കാം മത് കറോ, ഒറ്റയ്ക്ക് ജോലി ചെയ്യരുത്. തു ഗർ കബ് ജായേഗി, ഈ ആരാണ്? അതൊരു സ്ത്രീയോടാണ് ഞാൻ ചോദിക്കുന്നത്. തു ഗർ കബ് ജായേഗി, നീ വീട്ടിലേക്ക് എപ്പോഴാണ് പോകുന്നത്? നീ എപ്പോൾ വീട്ടിൽ പോവും? തു ഗർ കബ് ജായേഗി, നീ എപ്പോഴാണ് വീട്ടിൽ പോകുന്നത്? ഒരു മെയിലോട് ചോദിക്കണം. തു ഗർ കബ് ജായേഗ. ഒരേ റൂമിൽ നിൽക്കുന്ന ആൾക്കാരാണ്, 2-3 പേരുണ്ട്. ഗൾഫിലെല്ലാം അറിയാമല്ലോ, ഒരു റൂമിൽ 5-8 ആളുണ്ടാവും. അപ്പം അവനോടൊക്കെ ചോദിക്കാം. തു ഗർ കബ് ജായേഗ, അത് മെയിലിനോട്. തു ഗർ കബ് ജായേഗി, അതൊരു സ്ത്രീയിനോട്. ഓക്കെ, ഇപ്പോൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന നഴ്സിലുണ്ടാവും ദില്ലിയിലൊക്കെ. ഓക്കെ, അപ്പോൾ അവരൊക്കെ ഒന്നിച്ച് റൂമിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, യാർ തു ഗർ കബ് ജായേഗി, തു ഗാവ് കബ് ജായേഗി, നീ എപ്പോഴാണ് നാട്ടിൽ പോകുന്നത്? നമുക്ക് ഗാവ് കബ് ജായേഗി എന്ന് പറയാം. ടീക്കെ, നീ എപ്പോഴാണ് നിൻ്റെ വില്ലേജിൽ പോകുന്നത്? ഗാവ് കബ് ജായേഗി. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ തു ഗർ കബ് ജായേഗ, നീ എപ്പോഴാണ് നാട്ടിൽ പോകുന്നത് എന്നൊരു മെയിലിനോട് ചോദിക്കുന്നതാണ് അങ്ങനെയാണ് ചോദിക്കേണ്ടത്. സ്ത്രീയോട് ചോദിക്കേണ്ടത് നമ്മളിങ്ങനെ ചോദിക്കും തു ഗർ കബ് ജായേഗി. തെറ്റിക്കരുതേ. मैं इस हफ्ते में घर नहीं जाऊँगा, मैं इस हफ्ते में घर नहीं जाऊँगा. ഓക്കെ, ഞാൻ ഈ ആഴ്ചയിൽ നാട്ടിൽ പോവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ആഴ്ച ഞാൻ നാട്ടിൽ പോകുന്നില്ലപ്പാ എങ്ങനെ പറയും? मैं इस हफ्ते में घर नहीं जाऊँगा എന്ന് പറയാം. ഈ ആഴ്ചയിൽ ഞാൻ വീട്ടിൽ പോകുന്നില്ല എന്നൊരു മെയിൽ പറയുന്നതാണ്. ഒരു ഫീമെയിൽ എങ്ങനെ പറയും? मैं इस हफ्ते में घर नहीं जाऊँगी, मैं घर नहीं जाऊँगी, ഞാൻ ഈ ആഴ്ചയിൽ വീട്ടിൽ പോവില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റിൽ ഈ ഊങ്ക ഊങ്കി അതുപോലെ രഹേഗ രഹേഗി ഇതൊക്കെ ചെറുങ്ങനെ ഇപ്പോൾ മേരി ഗൽത്തി ഈ മേരാ ഗൽത്തി ഹേ എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു നോർത്ത് സൈഡിലായിട്ട് നിൽക്കുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ സാല തൂ മദ്രാസി കഹാസെ ആയാന്ന് ചോദിക്കും. ഓക്കെ, സാല കഹാസെ ആയ മദ്രാസി എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് ഒരു മോചനം വേണം അല്ലേ? വേണം, നിങ്ങൾക്ക് മോചനം വേണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പറഞ്ഞിരുന്ന സെൻറ്റൻസുകൾ, മിനിമം പറഞ്ഞിരുന്ന സെൻറ്റൻസുകൾ ഓരോ ദിവസം വരുന്ന ഈ ക്ലാസ്സുകൾ കാണുക. 40 സെൻറ്റൻസുകളാണ് ഉള്ളു. ആ 40 സെൻറ്റൻസുകൾ പറഞ്ഞ് വരുമ്പോൾ ഏകദേശം ഇപ്പം തന്നെ കണ്ടില്ലേ 10, 70, 80 സെൻറ്റൻസുകളായിട്ട് മാറുന്നുണ്ട്, ഡബിളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് 40 സെൻറ്റൻസ്, 40 ഓരോ സെൻറ്റൻസും പറയുമ്പോൾ ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, കംപ്ലീറ്റ് വീഡിയോ ഓരോ ദിവസവും 3-4 പ്രാവശ്യം കാണാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഞാൻ താങ്ക്സ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ക്ലാസ് ഞാൻ പറഞ്ഞു ഓപ്പണായിട്ട് പറയുകയാണ് 999 നിങ്ങൾക്ക് കംപ്ലീറ്റ് 60 ഡേയ്സിൻ്റെ ക്ലാസ് ലഭിക്കുകയാണ്. അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, അത് കാണാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനൊരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം. അടുത്ത 40 സെൻറ്റൻസ് ആയിട്ട് വരാം അടുത്ത ക്ലാസ്സിൽ. എല്ലാവർക്കും ബൈ. താങ്ക് യു.